ഓക്കെ, ഒരു പവർ സപ്ലൈൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരു വേരിയബിൾ പവർ സപ്ലൈ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. വേരിയബിൾ പവർ സപ്ലൈ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്യും, റെഗുലേറ്റ് ചെയ്തിട്ട് നിൽക്കും അല്ലേ. അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ് ഞാൻ വരയ്ക്കുന്നത് കേട്ടോ. അതിൻ്റെ അകത്തൊരു ട്രാൻസ്ഫോമർ ഉണ്ടാവും, ഓക്കെ, ഒരു റെക്ടിഫയർ ഉണ്ടാവും. ഇത് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഒരു ട്രാൻസ്ഫോമർ ഉണ്ടാവും. എക്സാമ്പിൾ നമുക്ക് 30 വോൾട്ട് വേരിയബിൾ പവർ സപ്ലൈൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഏകദേശം ഒരു 30 വോൾട്ട് സെക്കൻഡറിയുള്ള വൈൻഡിങ് ഉണ്ടാവും. അതിൻ്റെ റെക്ടിഫൈ ചെയ്ത് കഴിയുമ്പോൾ അവിടെ DC ആയിട്ട് മാറും. അതിനെ കപ്പാസിറ്റർ വെച്ച് ഫിൽറ്റർ ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ പ്യുവർ DC ആയിട്ട് മാറും. ഇത് ഒരു ബ്ലോക്കാണ്, പവർ സപ്ലൈൻ്റെ അകത്തുള്ള ഒരു ബ്ലോക്കാണ്. ഓക്കെ, ഇനി നമ്മൾ പവർ സപ്ലൈ 30 വോൾട്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് സാധാരണ ചെയ്യാറുള്ള ഒരു റെഫറൻസ് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. റെഫറൻസ് വോൾട്ടേജ് എന്ന് വെച്ചാൽ സാധാരണ സെനർ റെഗുലേറ്റർ ആയിരിക്കും മിക്കവാറും കുറഞ്ഞ പവർ സപ്ലൈയിലൊക്കെ ഉണ്ടാവുക. ഇവിടെ ഒരു എന്തെങ്കിലും ഒരു 12 വോൾട്ട് എന്തെങ്കിലും ഇൻറ്റേർണലി കൊടുക്കും. ഇവിടെ 30 വോൾട്ട് എന്തായാലും ഉണ്ടല്ലോ. അവിടുന്ന് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ സെനറിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഒരു 5 വോൾട്ട് സെനറാണെങ്കിൽ ഇവിടെ നമുക്ക് 5 വോൾട്ട് കിട്ടും അല്ലേ. മനസ്സിലായല്ലോ? റെഫറൻസ് വോൾട്ടേജ് എന്താണെന്നുള്ളതാണ് ഡൗട്ട് അല്ലേ. റെഫറൻസ് വോൾട്ടേജ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, റെഫറൻസിനായിട്ട് എടുക്കുന്ന ഒരു വോൾട്ടേജ്, ഒരു സ്റ്റഡി വോൾട്ടേജ്, അത്രയേ ഉള്ളൂ. ഇവിടെ സെനർ ഡയോഡ് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ അല്ല ഇൻറ്റേർണലി ഒരു ഫിക്സഡ് വോൾട്ടേജ്, അത് വേരി ചെയ്യാൻ പാടില്ല. ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു റെഫറൻസിനെ കമ്പയർ ചെയ്യാനുള്ള ഒരു വോൾട്ടേജ് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. മനസ്സിലായി പറഞ്ഞാൽ അങ്ങനെ ഒരു സെനർ ഡയോഡ് റെഗുലേറ്റർ എന്തെങ്കിലും വെച്ചിട്ട് ഒരു സ്റ്റഡി വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, മനസ്സിലായല്ലോ? ഇവിടെ ഒരു സ്റ്റഡി വോൾട്ടേജ് വേരി ചെയ്താൽ ഇവിടെ കിട്ടുന്ന 5 വോൾട്ട് ആയിരിക്കും. അങ്ങനെ ഒരു സ്റ്റഡി വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. ആ വോൾട്ടേജിന് നമ്മൾ പറയുന്ന പേരാണ് റെഫറൻസ് വോൾട്ടേജ്. അതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഒരു റെഫറൻസ് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. എന്നിട്ട് ഈ റെക്ടിഫൈ ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് നേരെ ഒരു ട്രാൻസിസ്റ്റർ വഴി കൺട്രോൾ ചെയ്യും. പവർ ട്രാൻസിസ്റ്ററാണ്. എക്സാമ്പിൾ 3055 എന്നൊക്കെ പറഞ്ഞാൽ പവർ ട്രാൻസിസ്റ്ററാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഫുൾ സർക്യൂട്ട് വരയ്ക്കുന്നില്ല, ഒരു മനസ്സിലാവാനുള്ള കാര്യം വരയ്ക്കുന്നുള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് എക്സാമ്പിൾ 0 to 30 വോൾട്ട് വേരി ചെയ്യേണ്ട ഒരു പവർ സപ്ലൈ ആണെങ്കിൽ ഔട്ട്പുട്ട് മാക്സിമം എത്രയാണ് ഉണ്ടാവുക? 30 വോൾട്ടാണ്. പക്ഷെ നമ്മളെ റെഫറൻസ് മാക്സിമം എത്രയാണ്? 5 വോൾട്ട്. ഈ 5 വോൾട്ടിനെ നമ്മൾ കൺട്രോൾ ചെയ്യണമല്ലോ. എന്ന് വെച്ചാൽ ഔട്ട്പുട്ടിനെ 0 to 30 കൺട്രോൾ ചെയ്യണമല്ലോ. കൺട്രോൾ ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു പൊട്ടൻഷ്യോമീറ്റർ കണക്ട് ചെയ്യും. ഇത് ഗ്രൗണ്ട് ചെയ്യും. ഇവിടെ 5 വോൾട്ടാണ്, ഇത് ഗ്രൗണ്ടാണ്. എന്ന് വെച്ചാൽ ഇവിടെ വേരി ചെയ്യുമ്പോൾ 0 to 5 വേരി ചെയ്യും. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ മാക്സിമം വോൾട്ടേജ് വരേണ്ട സമയത്ത് ഇത് 5ലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം വോൾട്ടേജ് കിട്ടും. ആ രീതിയിലേക്ക് എന്താണ് ഇവിടെ 0 to 5 വോൾട്ട് വേരിയബിളായിട്ട് നമുക്ക് കിട്ടും. ഇത് നമ്മൾ കൺട്രോൾ നോബാണ്, വോൾട്ടേജ് കൺട്രോളാണ്. മനസ്സിലായോ? വോൾട്ടേജ് കൺട്രോളാണ്. ഇത്രയും പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, ഇതാണ് നമ്മൾ ഒരു വോൾട്ടേജ്. ഓക്കെ, ഇനി നമുക്കിവിടെ കിട്ടുന്നത് 30 വോൾട്ടാണ്. എന്ന് വെച്ചാൽ 5ന്റെ 6 ഇരട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഒരു കമ്പറേറ്റർ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് ഇതിനെ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഔട്ട്പുട്ടിൽ നിന്ന് ഒരു ഡിവൈഡർ വയ്ക്കും. എക്സാമ്പിൾ ഇത് 10K-യും ഇത് 2K ആണെങ്കിൽ 10 2 12. എന്ന് വെച്ചാൽ 6 2 12, 2ന്റെ 6 ഇരട്ടി. വെച്ചാൽ ടോട്ടൽ ഈ ഡിവൈഡർ റേഷ്യോ വരുന്നത് 6:1 എന്നാണ്. എന്ന് വെച്ചാൽ ഇവിടെ 30 വോൾട്ട് കിട്ടുമ്പോൾ ഇവിടെ 5 വോൾട്ട് ആയിരിക്കും ഉണ്ടാവുക, 6 അല്ലേ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ നമ്മളെ ഇൻപുട്ട് പോയിന്റ്. ഒന്ന് ഇത് ഇവിടെ 0 to 5 വോൾട്ടും ഇത് ഔട്ട്പുട്ടിന് എന്താണ് ആക്ച്വൽ വോൾട്ടേജ് അതിനെ സാമ്പിൾ ചെയ്തെടുക്കുന്ന വോൾട്ടേജ്. ഇത് രണ്ടും കൊടുക്കുന്നത് ഒരു കമ്പറേറ്ററിലേക്കാണ്. ഓക്കെ, മനസ്സിലായി പറഞ്ഞത്? കമ്പറേറ്ററിലേക്കാണ് കൊടുക്കുന്നത്. കമ്പറേറ്റർ എന്ന് വെച്ചാൽ ഓപ്പറേഷൻ ആംപ്ലിഫയർ IC ആണ് ശരിക്കും കമ്പറേറ്റർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു നോൺ ഇൻവെർട്ടിങ് ഇൻപുട്ട് ഉണ്ട്, ഒരു ഇൻവെർട്ടിങ് ഇൻപുട്ടും ഉണ്ട്. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ നമുക്ക് 30 വോൾട്ട് വേണം. 30 വോൾട്ട് വേണമെങ്കിൽ നമ്മളിവിടെ 5 വോൾട്ട് സെറ്റ് ചെയ്യും, മാക്സിമത്തിൽ സെറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ 5 വോൾട്ട് ഉണ്ട്. ഓക്കെ, അവിടെ ഉള്ളത് 10 വോൾട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ചു. ഒരു എക്സാമ്പിളാണ് പറയുന്നത്. 10 വോൾട്ട് ആണെങ്കിൽ 6 അല്ലെങ്കിൽ 12 വോൾട്ടാണെന്ന് വിചാരിച്ചോ. അതിൻ്റെ 6 വെച്ചാൽ ഇവിടെ 2 വോൾട്ടേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ ഉള്ളത് 2 വോൾട്ടാണ്, ഇവിടെ ഉള്ളത് 5 വോൾട്ടാണ്. അപ്പോൾ കൂടുതലുള്ളത് ഏതാണ്? നോൺ ഇൻവെർട്ടിംഗ് ആണ്. നോൺ ഇൻവെർട്ടിങ്ങിൽ കൂടുതലാണെങ്കിൽ ഔട്ട്പുട്ട് പ്ലസ് ആയിരിക്കും. ഔട്ട്പുട്ട് പ്ലസ് ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് വോൾട്ടേജ് പോയിട്ട് ഇത് ട്രാൻസിസ്റ്റർ ഓൺ ആക്കും. അപ്പോൾ നേരത്തെ ഇവിടെ 2 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ഓൺ ആയിക്കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് കൂടുതൽ ഇങ്ങോട്ട് പാസ് ചെയ്യും. അപ്പോൾ ഇവിടെ 12ന്റെ മുകളിലേക്ക് എത്തും. ഔട്ട്പുട്ട് വോൾട്ടേജ് 12ന്റെ മുകളിലേക്ക് എത്തി 30 വരെ എത്തും. 30ന്റെ മുകളിലേക്ക് പോകാൻ നോക്കുമ്പോൾ എന്ത് പറ്റും? ഇതായിരിക്കും കൂടുതൽ ഉണ്ടാവുക. 30ന്റെ മുകളിൽ പോയാൽ അവിടെ 5ന്റെ മുകളിൽ എത്തുമല്ലോ. ആ ഡിവൈഡറാണ് അല്ലേ. അപ്പോൾ 5ന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇൻവെർട്ടിങ്ങിലാണ് കൂടുതൽ വരുന്നതെങ്കിൽ ഔട്ട്പുട്ട് മൈനസിലേക്ക് പോകും. എന്ന് വെച്ചാൽ ട്രാൻസിസ്റ്റർ ഓഫ് ആവും. പറഞ്ഞാൽ മനസ്സിലാവും? അങ്ങനെ കൃത്യമായിട്ട് ക്ലോസ്ഡ് ലൂപ്പായിട്ട് വർക്ക് ചെയ്യും.
കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈ കമ്പറേറ്ററിൻ്റെ ഓപ്പറേഷൻ കാരണം ഇത് ഔട്ട്പുട്ട് സ്റ്റഡി ആയിട്ട് ആ പറഞ്ഞ ലെവലിൽ സെറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തും. പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും? ഏറെക്കുറെ മനസ്സിലായി അല്ലേ? ഇങ്ങനെയാണ് വേരിയബിൾ പവർ സപ്ലൈ വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഔട്ട്പുട്ട് കേട്ടോ. ഇത് ഗ്രൗണ്ട് ചെയ്തേക്കാണ്. മനസ്സിലായി പറഞ്ഞാൽ ഇതാണ് വേരിയബിൾ പവർ സപ്ലൈൻ്റെ ഓപ്പറേഷൻ ബേസിക് ആയിട്ട്. മനസ്സിലായല്ലോ? ഇതിൽ ഈ പവർ ട്രാൻസിസ്റ്ററാണ് മിക്കവാറും കംപ്ലൈൻ്റ് ആവുക. കാരണം ഇതാണ് പവർ ഹാൻഡിൽ ചെയ്യുന്ന ഭാഗം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഔട്ട്പുട്ട് ഷോർട്ട് ആവുകയൊക്കെ ചെയ്യുമ്പോൾ ഇതാണ് കേടായി പോവുക. മനസ്സിലായല്ലോ? അതെ, ഇത് ക്ലോസ്ഡ് ലൂപ്പ് എന്നാണ് പറയുക. എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് കൂടുതലാണെങ്കിൽ കുറയ്ക്കും, കുറവാണെങ്കിൽ കൂട്ടും. അങ്ങനെ കൃത്യം നമ്മൾ സെറ്റ് ചെയ്ത വോൾട്ടേജ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? ഇതാണ് എൻ്റെ